പണ്ടേ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഈ പ്രായമുള്ളവരൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരിനം പാമ്പുണ്ട്, അതായത് നമ്മുടെ കൊമ്പേറി പോലത്തെ, കൊമ്പേറി എന്ന് പറഞ്ഞാൽ പച്ചില പാമ്പിൻ്റെ വേറൊരു ഐറ്റം, അങ്ങനത്തെ ഒരു പാമ്പുണ്ട്. ആ പാമ്പ് കടിച്ചാൽ, അതിങ്ങനെ ഉച്ചിയിലാണ് കടിക്കുന്നത്, അത് കടിച്ചാൽ അത് പോയിട്ട് മരത്തിൻ്റെ കൊമ്പിൽ ഇങ്ങനെ തൂങ്ങി കിടക്കും. ഈ കടി കൊള്ളുന്ന ആൾ മരിക്കും. മരിച്ചിട്ട് അവരെ ദഹിപ്പിക്കുമല്ലോ. ദഹിപ്പിച്ച് ആ പുക കണ്ടാൽ മാത്രമേ ആ പാമ്പ് ആ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി അതിൻ്റെ കാര്യം നോക്കി പോകത്തുള്ളൂ. ഇതിൻ്റെ സത്യാസത്യങ്ങൾ വിലയിരുത്തുന്നൊരു പ്രോഗ്രാമല്ല. പുക കണ്ടാലേ അത് പോകത്തുള്ളൂ. അങ്ങനെയുള്ള ചിലർ നിന്നെ നശിപ്പിച്ച് നിൻ്റെ അവസാനം കണ്ട് അതിനെ പുക കണ്ടിട്ടേ അടങ്ങൂ എന്ന് കാത്തിരിക്കുന്ന ചിലരുണ്ടല്ലോ. അവരെ ഉറക്കി അവർ ബന്ധിച്ച ബന്ധനങ്ങളെ അഴിച്ച് നിന്നെ യേശു പുറത്തു കൊണ്ടുവരും, നീ ഉണർന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവിടെ ഇവിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കാ എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണ് പോയി. ഒരു സഹോദരൻ പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യം, താൻ നമ്മുടെ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് തനിക്ക് ജോലി കിട്ടിയ മലപ്പുറം ഭാഗത്തേക്ക് സെറ്റിലാകുവാൻ ആഗ്രഹിച്ചു പോയി. ഇവിടുത്തെ വസ്തുവൊക്കെ വിറ്റു, ഇവിടെ ഉള്ളതെല്ലാം എടുത്തു. താൻ, തൻ്റെ ഭാര്യ, 2 മക്കൾ, അവർ കുടുംബമായി ആ ഭാഗത്തേക്ക് പോയി. അവിടെ താമസം തുടങ്ങി. ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പിന്നത്തേതിൽ 2 കുടുംബം ഇവർക്ക് വിരോധമായി. അവർ ഇവരെ, ഈ തൊണ്ടൂർ ഭാഗത്തു നിന്ന് പോയ നമ്മുടെ സഹോദരനെ മുമ്പ് കണ്ടിട്ടില്ല, അവർക്ക് അറിയത്തില്ല, ഇവരുടെ മക്കളെ അറിയത്തില്ല, സഹോദരി അറിയത്തില്ല. പക്ഷേ ഇവരെക്കുറിച്ച് പലതും പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ ഇവരൊരു മോശക്കാരാണെന്ന് ചിത്രീകരിക്കുവാനായിട്ട് തുടങ്ങി. ഇവർ കുഴപ്പം പിടിച്ചവരാണ്, ഇവരുടെ സ്ഥലത്ത് മോശക്കാരാണ്, ഇവരുടെ നാട്ടുകാർക്ക് മുഴുവൻ ശല്യമാണ്. തീരെ നിലവാരമില്ലാത്ത രീതിയിൽ അവർക്ക് വിരോധമായിട്ട് അപവാദങ്ങൾ പറയുവാനായിട്ട് തുടങ്ങി. അവരെ അപമാനിക്കുവാനായിട്ട് തുടങ്ങി. പല സ്ഥലങ്ങളിൽ വെച്ച് കാണുമ്പോൾ കളിയാക്കുവാനായിട്ടൊക്കെ തുടങ്ങി. അത് പിന്നെ കുറേ കഴിഞ്ഞ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പുതിയൊരു സ്ഥലമല്ലേ, കുറച്ച് മെച്യൂർഡായ വിദ്യാഭ്യാസമുള്ള ഫാമിലിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു മെച്യൂരിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊന്നും മൈൻഡ് ചെയ്തില്ല. പക്ഷേ ചില ദിവസങ്ങൾ കഴിഞ്ഞ് പോയപ്പോൾ അവരുടെ വാക്കുകൾ കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ റൂട്ട് മാറ്റി. മക്കൾക്ക് വിരോധമായിട്ട് പറയുവാനായിട്ട് തുടങ്ങി. അവർ റോഡിലൂടെ പോകുമ്പോൾ അവരെക്കുറിച്ച്, പെൺപിള്ളേരാണ്, കമൻറ്റുകളൊക്കെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുവാനായിട്ട് തുടങ്ങി. മോശം കമൻറ്റുകളൊക്കെ. ഇവർ ബസ് കയറാൻ വന്ന് നിൽക്കുന്നിടത്ത് പെൺപിള്ളേരെക്കുറിച്ച് മോശം കമൻറ്റുകൾ പറയുന്നു. അപ്പോൾ അതൊരു ഇറിറ്റേഷൻ. എങ്കിലും അതും അവരെ അതിജീവിക്കുവാൻ തയ്യാറായി. ഇവർ പഠിച്ചുകൊണ്ടിരുന്നത് നല്ല പഠിക്കുന്ന പിള്ളേരായിരുന്നു. പിന്നെ ഇവർക്ക് പഠിക്കുവാനേ പറ്റുന്നില്ല. ഇവിടെ പഠനം പെട്ടെന്ന് വീണു. അവിടെ ഈ കുടുംബം വല്ലാത്തൊരു സ്ട്രഗ്ലിംഗ് പോയിന്റിലേക്ക് എത്തി. കാരണം വിദ്യാഭ്യാസമുള്ള ഒരു ഫാമിലിയെ സംബന്ധിച്ച് മക്കളുടെ വിദ്യാഭ്യാസത്തിന് അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു. 2 മക്കളും പഠനം താഴോട്ട് പോകുന്നു. അവർ വല്ലാതെ ഭയപ്പെടുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ഒരു ടെൻഷനിലിരിക്കുമ്പോൾ അയൽപക്കത്തുള്ള മറ്റൊരു വീട്ടുകാർ അവർ പറഞ്ഞു, ഈ നിങ്ങൾക്ക് വിരോധമായിട്ട് നിൽക്കുന്ന 2 വീട്ടുകാർ അവർ ചില്ലറക്കാരല്ല. നിങ്ങൾ വാങ്ങി താമസിച്ച ഈ വീട് നേരത്തെ വാങ്ങി താമസിച്ചിരുന്നവർ ഇവിടെ നിന്ന് ഓടിച്ചവരാണ്. എന്ത് കാര്യത്തിനൊന്നും അറിയത്തില്ല, അവർക്ക് ഇത് തന്നെയാണ് ജോലി. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് അവർ പറയുന്നതൊന്നും വിഷയമല്ല, അവരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ഭയങ്കര പ്രശ്നമാണ് എന്ന് അയൽക്കാരിയോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കണം, രാത്രികളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, ഞങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരുവാനായിട്ട് പരിമിതിയുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ സഹോദരിയും സഹോദരനും കൂടെ രാത്രി ഉറങ്ങാതെ കാത്തിരുന്നു. രാത്രിയായപ്പോഴത്തേക്ക് തങ്ങളുടെ വടക്ക് ഭാഗത്ത്, അതായത് അടുക്കള വരുന്ന ഭാഗത്ത് ചെറിയ ശബ്ദം, മതിലുണ്ട്, ചെറിയ ശബ്ദം. നോക്കിയപ്പോൾ അവർക്ക് അപരിചിതനായ ഒരാളും ഈ 2 പേരും, അതായത് ഇവരുടെ
ശത്രുഭാഗത്ത് നിൽക്കുന്ന ആ വീട്ടിലെ 2 പേരും ചേർന്ന് ഇവരുടെ ആ മതിലിനോട് ചേർന്ന് വന്ന് നിന്നിട്ട് ഇവരുടെ വീട്ടിലോട്ട് നോക്കി ചില കാര്യങ്ങൾ പറയുന്നു. എന്തൊക്കെയോ ഇങ്ങനെ ഇവരുടെ വീട്ടിലോട്ട് ഇങ്ങനെ എറിയുന്നു. അവർ പുറത്തൊന്നും ഇറങ്ങിയില്ല, പേടിയാണ്. കതവടച്ച് കിടന്നു. പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ ചില അപരിചിത വസ്തുക്കൾ അവിടെ കിടക്കുന്നു. ഈ തെറ്റിപ്പൂവ്, ചെറിയ കളറുള്ള വസ്തുക്കൾ, ചില ചരടുകൾ ഇങ്ങനെയൊക്കെ കിടക്കുന്നു. അപ്പോൾ ഈ അയൽക്കാരി പിന്നെയും വന്ന് പറഞ്ഞു, ഇപ്പോൾ മനസ്സിലായല്ലോ, ഭയങ്കര മന്ത്രവാദമാണ്. ആ പുള്ളിക്കാരി പറഞ്ഞു, എനിക്ക് വേറൊരു മന്ത്രവാദിയെ അറിയാം, നമുക്ക് അവിടെ പോകാം, ഇവർക്ക് പണി കൊടുക്കാം. അപ്പോൾ ഇവർ പറഞ്ഞു, ഈ മന്ത്രവാദിയെ നിയന്ത്രിക്കുന്ന വേറൊരാളെ ഞങ്ങൾക്കറിയാം, ആളിൻ്റെ പേര് ദൈവമെന്നാണ്, നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞു അവർ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനുമായിട്ട് തുടങ്ങി. ചില ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ തന്നെ ഈ രാത്രിയുള്ള വരവ് നിലച്ചു. പിന്നെ ചില ദിവസങ്ങൾ കഴിഞ്ഞുപോയി. നിരന്തരമായ ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിച്ച് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഈ വിധത്തിൽ നിങ്ങൾ ബാധിക്കപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് പുറത്തു വരുവാനുള്ള അവസരമുണ്ട്. മക്കളുടെ പഠന നിലവാരമൊക്കെ മെച്ചപ്പെടുവാനായിട്ട് തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ വേറെ മന്ത്രവാദിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ സഹോദരി വന്നിട്ട് പറഞ്ഞു, അവരിപ്പോൾ അവിടെ ഒന്നും കാണക്കമില്ല, അവിടെ ഇല്ലേ എന്ന് അറിയത്തില്ല, അവിടെ ഇല്ലേ എന്നറിയത്തില്ല. കൂടുതൽ ഞാൻ പറയുന്നില്ല. ആമേൻ. കേൾക്ക്. അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇവരുടെ പുക കാണാൻ ഉറക്കമൊഴിഞ്ഞ് കാത്തിരുന്നവരെ എൻ്റെ ദൈവം ഉറക്കി, കാവൽക്കാരെ ഉറക്കി ബന്ധനത്തെ അഴിച്ചു. നിന്റെ തലമുറകളെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനത്തെ ദേശത്തിലെ ആഭിചാരകന്മാരും ക്ഷുദ്രപ്രയോഗക്കാരും ഒരുമിച്ച് ചേർന്ന് ഇന്നലകളിൽ എന്നോ എങ്ങനെയോ നിന്നോടുള്ള വൈരാഗ്യത്തെ മുൻനിർത്തി, യെസ് ആമേൻ. സഹോദരി കേൾക്ക്. നിന്റെ തലമുറയ്ക്ക് വിരോധമായി, അവൻ്റെ വിദ്യാഭ്യാസത്തിന്, അവളുടെ വിദ്യാഭ്യാസത്തിന്, അവളുടെ ഭാവിക്ക് വിരോധമായി കെട്ടിയ കെട്ടുകളെ കർത്താവ് പൊട്ടിക്കുവാൻ പോകുക. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ റെഡിയാണോ? താങ്ക് യു ലോർഡ്. ആമേൻ. സഹോദര, നിൻ്റെ തൊഴിലിന് വിരോധമായി പുറത്തു വരുവാൻ കഴിയാതെ കാണാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ചിലരുണ്ടല്ലോ, നീ അവിടെ പോയി രക്ഷപ്പെടുന്നത് കാണാം. എന്നാൽ പിന്നെ നിൻ്റെ ഭർത്താവ് അവിടെ പോയി രക്ഷപ്പെടട്ടെ, നിൻ്റെ മക്കൾ രക്ഷപ്പെടട്ടെ, നീ പറയുന്നത് പോലെ നമുക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നിൽക്കുന്ന ചിലർ കെട്ടിയ കെട്ടുകൾ. അവർ വെല്ലുവിളിക്കുന്നത് വെറുതെ അല്ല. ആ വീട് പൊങ്ങത്തില്ല എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ അല്ല, അത് പൊങ്ങാതിരിക്കുവാൻ തക്കവണ്ണം കെട്ടേണ്ട കെട്ടുകൾ ഇട്ടിട്ടുണ്ട്. ആ കെട്ടുകളെ കർത്താവ് അഴിക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ നിൻ്റെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഇന്നും വാടക വീടുകളിൽ അലഞ്ഞു നടക്കുന്ന അനുഭവം നിൻ്റെ ജീവിതത്തിൽ സമ്മാനിച്ച ആ ബന്ധനങ്ങളെ കർത്താവ് അഴിക്കുക. യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. ആ ബന്ധനം അഴിയുക. ആമേൻ. ഭാവി ജീവിതത്തിന് വിരോധമായുള്ള ബന്ധനത്തെ കർത്താവ് അഴിക്കുക. പറഞ്ഞ് നല്ലൊരു ജീവിതം ഉണ്ടാകുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിച്ചു നിൽക്കുന്ന ആ വെല്ലുവിളി അഴിഞ്ഞു മാറുക. റെഡിയാണോ? പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ. ആമേൻ. അവിടെ ആ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുവാൻ അനുവദിക്കത്തില്ല എന്നുള്ള വെല്ലുവിളിയാണ്. ആമേൻ. സ്തോത്രം. ചിലരുടെ വെല്ലുവിളിയാണ്, സഹോദരി നീ ആ രാജ്യത്ത് പോയി രക്ഷപ്പെട്ടു, അവിടെ ഇനിയും പ്രാപിക്കും, അവിടെ നീ സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും നീ നേടുമെന്ന് കണ്ട് വെല്ലുവിളിയാണ്. ആമേൻ. ചിലരുടെ വൈരാഗ്യം നിനക്കറിയാം, ചിലരുടെ വാശി നിനക്കറിയാം, അവിടെ നിന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന വെല്ലുവിളി, അതിന് പിന്നിലുള്ള കാരണം, അതേക്കുറിച്ചാണ് പറയുന്നത്. ആമേൻ. അവർ പറഞ്ഞ ഉടനെ നിനക്ക് എങ്ങനെയാണ് അവിടെ ജോലി ചെയ്യാൻ പറ്റാതെ വരുന്നേ? ഇപ്പോൾ ജോലി സ്ഥലത്ത് സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോ? എന്ത് നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന നീയാ ഇപ്പം ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്തോരം കംപ്ലൈൻ്റായി, ജോലി എഫിഷ്യൻ്റായിട്ട് ചെയ്യുന്നില്ല, നല്ലവണ്ണം ജോലി ചെയ്യുന്നില്ല, ശ്രദ്ധയില്ല. കേൾക്ക്. കെട്ടിയ കെട്ട് പൊട്ടുകയാണ്. ശ്രദ്ധ, ജോലി സ്ഥലത്ത് ആ ശ്രദ്ധ നഷ്ടപ്പെടുത്തുന്ന, പഠനത്തിലെ ശ്രദ്ധ നഷ്ടപ്പെടുത്തുന്ന, കുടുംബജീവിതത്തിലെ ശ്രദ്ധ നഷ്ടപ്പെടുത്തുന്നു. എനിക്കറിയത്തില്ല. ആമേൻ. സ്തോത്രം. സഹോദരി പ്രാർത്ഥിക്ക്. സ്തോത്രം. ചിലർ പറഞ്ഞതിന് ശേഷം ഭർത്താവിന് നേരെ വണ്ണം സ്നേഹിക്കാൻ പറ്റുന്നില്ല, മക്കളുടെ കാര്യങ്ങൾ നോക്കാം ഒരു ആമേൻ. കാരണം ആ മന്ത്രവാദികൾ ഉറങ്ങാതെ നിൻ്റെ ഉറക്കത്തെ കളയുവാനിരിക്കുന്ന ചിലരെ കർത്താവ് ഉറക്കാൻ പോവുക. ആമേൻ. സ്തോത്രം. ഇനി നിനക്ക് വിരോധമായി ഉറങ്ങാതെ മന്ത്രവാദങ്ങൾ ചെയ്ത ദേശത്തിലെ മന്ത്രവാദികൾ ഉറങ്ങും. ശുശ്രൂഷക, നിൻ്റെ സഭയ്ക്ക് വിരോധമായി അതിനൊരു എഴുന്നേൽപ്പുണ്ടാകരുതെന്നും അതവിടെ പാടില്ല എന്ന് കൂടെ നിന്ന് ചിരിക്കുന്നവർ തന്നെയാണ് കേട്ടോ, പുറത്തുള്ളവരല്ല. അവർ മന്ത്രവാദികളെ കൂട്ടുപിടിച്ച് ചെയ്തു കൂട്ടുന്നതൊക്കെ കർത്താവ് അഴിക്കുവാൻ പോകുക. റെഡിയാണോ? പ്രൈസർ ഫാമിലിക്കൊപ്പം പ്രാർത്ഥിച്ചു പുറത്തു വരുവാൻ, ഉപവസിച്ച് അവരെ ഉറക്കി ആ ചങ്ങല അഴിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. കോൺടാക്ട് ചെയ്തോ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ അവസരമുണ്ട്. കോൺടാക്ട് ചെയ്തോ. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും വചന ശുശ്രൂഷയും മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്.
ജോയിൻ ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് നിങ്ങൾക്ക് സ്വാഗതം. അനുഗ്രഹീതമായ പരിശുദ്ധാത്മാ നിറവിലുള്ള ഒരു ആരാധന, ദൈവിക വിടുതലുകൾ കാരണമറിഞ്ഞ് പ്രാപിക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് മുമ്പിലുണ്ട്. വിളിച്ചിട്ട് കടന്നു നിന്നോ, കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരെ ഉറക്കാതിരിക്കുവാൻ, ഇവരുടെ ജീവിതത്തിലെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുവാൻ തക്കവണ്ണം ഉണർന്നിരുന്ന മന്ത്രവാദങ്ങളെ ചെയ്യുന്ന, ആഭിചാരങ്ങളെ ചെയ്യുന്ന, ഇവർക്ക് വിരോധമായി കൽപ്പിത കഥകൾ ചമച്ചുണ്ടാക്കുന്ന ദുഷ്ട മനുഷ്യരെ സ്വർഗമങ്ങ് തകർക്കണമേ. ദുഷ്ടൻ്റെ ആലോചനകൾ തകർക്കപ്പെടട്ടെ, പദ്ധതികൾ തകർക്കപ്പെടട്ടെ, തൊഴിലിടങ്ങളിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ ഇവർക്കങ്ങ് ഒരുക്കണമേ. തൊഴിലിടത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. തൊഴിൽ മേഖലയിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പുതുവഴികൾ ഇവർക്കായി തുറക്കപ്പെടട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ സക്സസ് ആകട്ടെ. ബിസിനസ് മേഖലകൾ സക്സസ് ആകട്ടെ. വിദ്യാഭ്യാസ മേഖലകൾ സക്സസ് ആകട്ടെ. ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടട്ടെ. ജപ്തി നടപടികൾ നീങ്ങിപ്പോകട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. എല്ലാ പ്രതികൂലങ്ങളും എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ. പലതും ചെയ്യുവാനായി കാൽ വെച്ചു, എന്നാൽ ഒരു പൂർത്തീകരണമില്ലാതെ ഭാരപ്പെടുന്നവർ സ്വർഗഭംഗി പ്രവർത്തിക്കണം. IELTS, പ്രോമെട്രി, MOH എക്സാമുകൾ എഴുതി പരാജയപ്പെട്ട് മടുത്തായിരിക്കുന്നവർ പുതിയ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. സ്കോറുകൾ ഇമ്പ്രൂവ് ആകട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് വരട്ടെ. PR-കൾ, വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. കുടുംബജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകട്ടെ. കലക്കങ്ങൾ മാറിപ്പോകട്ടെ. നന്മകളുടെ മേലുള്ള അവകാശവാദങ്ങൾ അഴിഞ്ഞു മാറട്ടെ. കോടതി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. ഇതിവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അവരോട് പറയുക, അവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. അവരെ ഉറക്കി അവിടെ ഉറച്ചു നിന്ന് ദൈവിക വിടുതലുകളെ പ്രാപിക്കാം. തലമുറകളുടെ മേലുള്ള ബന്ധനം വീഴും. അവർ അനുഗ്രഹിക്കപ്പെടും. എല്ലാ കെട്ടും പൊട്ടും. നാളെ ദൈവം വെച്ചാൽ നമ്മൾ ഒരുമിച്ചായത് കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.